ഷുഹൈബുൽ ഹൈത്തമി കുറച്ച് അധികം പ്രാവശ്യം ഒരേ കാര്യം ആവർത്തിച്ച് പറയുന്നത് എന്റെ ശ്രദ്ധയിൽ വന്നു. 2025-ലും 26-ലും ഇസ്ലാം മത വിമർശകർ, അതായത് ഇസ്ലാമിന്റെ കാലിക പ്രസക്തി സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവായിട്ട് അദ്ദേഹം പറയുന്നത്, ഈ 2025-ലും 26-ലും ഒക്കെ ഇസ്ലാം മത വിമർശകർ ഇസ്ലാം ഒരു വിഷയമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിക നിയമങ്ങൾ ഒരു വിഷയമായിട്ട് ഡിബേറ്റിന് വരെ വിഷയമാകുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളാണ്. അപ്പൊ ഈ അടുത്ത് ഏകദേശം ഒരു 6-7 മാസം മുൻപ് നമ്മൾ തിരൂരിൽ ഒരു സംവാദത്തിലേക്ക് പോകുന്നത്, രാഹുൽ ഈശ്വർ ആ സംവാദ വേദിയിലേക്ക് എത്തുന്നതിന്റെ ഒക്കെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കെല്ലാം വിശദമായിട്ട് ആ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ വായിലുള്ള വെല്ലുവിളികൾ ഉയർത്തുകയും അതിന് മറുപടിയായിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഒന്നും അറിയാത്തതുപോലെ മാറി നടക്കുകയും മുങ്ങി നടക്കുകയും ചിലവരാണെങ്കിൽ സ്റ്റുഡിയോ മാളത്തിനകത്തോട്ട് ഉൾവലിയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ ഗതികേട് കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ അവരുടെ ഗതികേട് കണ്ടിട്ട് അവരുടെ ദയനീയത കണ്ടിട്ട് മനസ്സറിവ് തോന്നിയിട്ടാണോ എന്തോ രാഹുൽ ഈശ്വർ ആ സംവാദത്തിനുള്ള സന്നദ്ധത അറിയിക്കുകയും ഞാൻ പറയുന്ന മതവിമർശനം അതിന്റെ സതുദ്ദേശത്തെ മാനിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ അദ്ദേഹം ഇറങ്ങുകയും ഇസ്ലാമിലെ അടിമത്തം എന്ന വിഷയത്തിൽ നമ്മൾ എവിടെയായിരുന്നു, നമ്മുടെ തിരൂര് വാഗൻ ട്രാജഡി ഹാളിൽ ഒരു സംവാദം നടത്തുകയും ചെയ്തു. അതിൽ രസകരമായിട്ടുള്ള കാര്യം, ആ സംവാദത്തില് ആളുകളുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒന്ന് അത് ശനിയാഴ്ചയായിരുന്നു, പുലർച്ചെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഓൺലൈനിൽ അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു സംവാദം അല്ലെങ്കിൽ അതിന് മുൻപ് നടന്ന ഷമീറുമായിട്ടുള്ള സംവാദം തൊട്ട് ഈ വിഷയത്തിൽ മനസ്സുടക്കി നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഇദ്ദേഹത്തെ തോന്നിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഈ 24 ന്യൂസിൽ നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ, അദ്ദേഹത്തിന്റെ പുറത്തു വന്ന റിപ്പോർട്ടർ ടിവിയിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അതിൽ ഇദ്ദേഹം ഈ സംവാദത്തെ പരാമർശിക്കുന്നു. ഈ കഴിഞ്ഞ 6 മാസം മുൻപ് നടന്ന സംവാദം കഴിഞ്ഞ ഉടനെ ഒരു പൊതുപരിപാടിയിലും അദ്ദേഹം ഇതേ കാര്യം പരാമർശിക്കുന്നു. അപ്പൊ ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇസ്ലാം ഇപ്പോഴും കാലിക പ്രസക്തമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന ഒരു തെളിവാണ്. ഇപ്പോഴും ഇസ്ലാം വിട്ടവർ ഇപ്പോഴും ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇസ്ലാമിലെ അടിമത്തം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചർച്ചയ്ക്കെടുക്കുന്നതും ഡിബേറ്റിന് വിഷയമാകുന്നതും അത് ഇസ്ലാമിന്റെ കാലിക പ്രസക്തിക്കും ഇസ്ലാമിന്റെ അജയ്യതക്കുമുള്ള തെളിവായിട്ട് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിഷയം സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ അടിമത്തം ഉൾപ്പെടെയുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമങ്ങൾ, ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ വിമർശിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാമിക ശാസ്ത്രം അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം ഇതൊക്കെ നമ്മൾ നിരന്തരമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്നത്? ഇത് ഈ പറയുന്ന ഷുഹൈബുൽ ഹൈത്തമി പറയുന്ന ഇസ്ലാമിന്റെ അജയ്യതക്ക്, നമ്മൾ ഇസ്ലാം വിട്ടുപോയാൽ നമുക്ക് ഇസ്ലാമിനെ ഉള്ള ഒരു ഇഷ്ടം കൊണ്ട്, ഒരു ബഹുമാനം കൊണ്ട് നമ്മൾ ഇങ്ങനെ അയിമ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണോ? അതോ ഇത് കാലഹരണപ്പെട്ട മനുഷ്യർക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നതാണോ? എന്താണ് ഇതിന്റെ കാരണം? എന്താണ് വസ്തുത എന്ന് ഷുഹൈബുൽ ഹൈത്തമിയുടെ ഇപ്പോഴുള്ള വാക്കിലൂടെയും ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളിലൂടെയും അതേപോലെ തന്നെ അദ്ദേഹം ഇതിനു മുൻപ് പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റിലൂടെയും അതിന്റെ ഉത്തരം തേടുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മൾ വിഷയത്തിലേക്ക് കടക്കണം. ആദ്യം നമുക്ക് ഷുഹൈബുൽ ഹൈത്തമിയുടെ ഒരു പഴയ ചോദ്യോത്തരം കേൾക്കാം. ക്യാപ്റ്റീവ് വുമൺസിനെ സെക്സ്വലി അബ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് എക്സ് മുസ്ലിംസിന്റെ ഒരു ഭാഗത്തുള്ള ചോദ്യമാണ്. അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ ഇതൊന്ന് പറഞ്ഞു. അവർക്ക് ഭർത്താക്കന്മാരുണ്ടായിരിക്കെ നിങ്ങളല്ല പറയുന്നത്. അടിമത്തം എന്നുള്ളത് പഴയകാലം മുതലേയുള്ള ഒരു സിസ്റ്റം. ആ സിസ്റ്റം ഇസ്ലാം സ്റ്റാർട്ട് ചെയ്തതല്ല. ഇത് സയ്യിദ് എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാള്, നമ്മളോടൊക്കെ വളരെ സൗഹാർദ്ദ തലക്ക് തന്നെ തർക്കിച്ചുകൊണ്ടിരുന്ന, ഇസ്ലാമിന് വേണ്ടി കൈമെയ് മറന്ന് ന്യായീകരിച്ചുകൊണ്ടിരുന്ന സയ്യിദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഷുഹൈബുൽ ഹൈത്തമിയുടെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന അനുഭവത്തിന്റെയും അതേപോലെ തന്നെ അവിടുന്ന് വന്നിട്ടുള്ള ചോദ്യത്തിന്റെയും ഉത്തരത്തിന്റെയും തർക്കങ്ങളുടെയും ഒക്കെ അവസാനം ഹൈത്തമിയിൽ നിന്ന് ഉത്തരം തേടിക്കൊണ്ട് എക്സ് മുസ്ലിങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് പറയുന്ന ഒരു ആക്ഷേപം, ഭർത്താക്കന്മാരുണ്ടായിരിക്കെ തന്നെ അടിമ സ്ത്രീകളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുന്നു എന്ന ഒരു ആരോപണം എക്സ് മുസ്ലിംസ് ഉയർത്തുന്നു. പശ്ചാത്തലം ഖുർആനിലെ 4:24. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ന്യായീകരിച്ചിട്ട് ഉത്തരം കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംശയം ദൂരീകരിക്കാനോ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളൊക്കെ വിമർശിച്ചിട്ട് ആൾക്കാർക്ക് സംശയം തോന്നുന്ന വിശ്വാസികൾക്ക് ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടോ അത്തരം ഒരു സതുദ്ദേശത്തോടു കൂടിയോ ഇദ്ദേഹം മുൻപ്, അതായത് കുറച്ച് വർഷം, 1-1.5 വർഷം മുൻപാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ,
കാരണം ഈ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് 29/10/2024 അപ്പൊ അതിന്റെയും ഏതാനും ആഴ്ചകൾക്കോ ദിവസങ്ങൾക്കോ മുൻപ് നടന്നിട്ടുള്ള ഒരു പരിപാടിയിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. ഇതിന് ശേഷമാണെന്നാണ് എന്റെ ഓർമ്മ നമ്മുടെ ഷമീറുമായിട്ടുള്ള സംവാദം നടക്കുന്നു, അല്ലെങ്കിൽ ഷമീറിന്റെ സംവാദം കഴിഞ്ഞ ഉടനാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതേ വിഷയത്തിൽ തന്നെ രാഹുൽ ഈശ്വറായിട്ടുള്ള സംവാദം നടക്കുന്നു. അൺമാസ്കിംഗ് അനോമലീസ് ടീം ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നു, അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. അവർ സംവാദത്തിന് വെല്ലുവിളിക്കും. മാളത്തിന്റെ പിന്നെ സ്റ്റുഡിയോന്റെ ആ സൈഡിൽ കൂടെ, ആ ഗ്യാപ്പ് കൂടെ, പൊത്തിന്റെ സൈഡിൽ കൂടെ തല പുറത്തോട്ടിട്ടിട്ട് നൊട്ടലുണ്ടെങ്കിൽ വാടാ, ഉത്തരമുണ്ടെങ്കിൽ വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തും. പിന്നെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ തല ഉള്ളിലോട്ട് വലിഞ്ഞ് പിന്നെ ഒന്നും കാണാത്ത പോലെ, ഒന്നും അറിയാത്ത പോലെ അങ്ങനെ ഇരിക്കും. അതാണ് അവരുടെ കഥ. അപ്പൊ അങ്ങനെയാണ് രാഹുൽ ഈശ്വറായിട്ട് സംവാദം നടക്കുന്നത്. ഈ അതിനെന്താ കുഴപ്പം എന്ന ഈ ഒരു ഡയലോഗിനെ നമ്മൾ എടുക്കുകയും ഈ ടൈറ്റിലിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുകയും ഇത് വൈറലാവുകയും ഇതെല്ലാവരും കാണുകയും ഉസ്താദിന്റെ അടുത്ത് എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഷുഹൈബുൽ ഹൈത്തമി ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ ഇത് പറയാൻ. അതേപോലെ തന്നെ ഇതിന് മുൻപ് ഒരു 5-6 മാസം മുൻപ് രാഹുൽ ഈശ്വറായിട്ടുള്ള സംവാദം കഴിഞ്ഞ ഉടൻ ഒരു പൊതുപരിപാടിയിൽ ഇതേ സാധനം ഉന്നയിക്കുന്നു. അപ്പൊ അടിമത്ത വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മത വിമർശകർ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ നേരിടണം എന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്. അതിനെ പരാമർശിച്ചു പോകാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. എന്നാൽ അതിന്റെ വസ്തുതകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഒരു വിശകലനത്തിനോ ഒരു മറുപടിക്കോ അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ കൊടുത്ത ഈ മറുപടിക്ക് ഒരു മറുപടിയായിട്ടോ ഒരു വിശദീകരണമോ അതിനൊന്നും അദ്ദേഹം തയ്യാറല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൊതുവായിട്ട് ആ കാര്യങ്ങളെ വിശദീകരിക്കുകയോ ഒന്നും ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അതേ സമയത്ത് ഇതുണ്ടാക്കിയ ഒരു പ്രശ്നം ഒരോളം അദ്ദേഹത്തെ ഇപ്പോഴും എന്താ പറയാ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇതിപ്പോ 2024 നടന്ന കാര്യമാണ്, 2 വർഷമായി. എത്രയോ സംഭവങ്ങൾ, എത്രയോ സംവാദങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി. അദ്ദേഹം തന്നെ എത്രയോ സംവാദങ്ങളിൽ ഏർപ്പെട്ടു. പക്ഷെ ഈ ഒരു വിഷയം അദ്ദേഹത്തെ ഇപ്പോഴും എന്തുകൊണ്ടോ അദ്ദേഹത്തെ ഇങ്ങനെ എന്താ പറയാ വിടാതെ പിന്തുടരുന്നു എങ്കിൽ അതെന്തുകൊണ്ടായിരിക്കാം? അതൊക്കെ നമുക്ക് വിശദമായിട്ട് കേൾക്കാം. അപ്പോൾ പുതിയ ഈ ഒരു സംഭവം നിങ്ങളെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 1.5 വർഷം മുൻപത്തെ ഒരു കാര്യമാണ്. നിങ്ങളെ ഒന്ന് കേവലമായിട്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് ഒന്ന് ക്ഷണിച്ചു. നമ്മൾ മുന്നോട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് ഈ വിഷയം എടുക്കാനുള്ള കാരണം റിപ്പോർട്ടർ ടിവിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ, രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനുമായിട്ട് നടത്തിയിട്ടുള്ള ഇന്റർവ്യൂ. അദ്ദേഹം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മത നേതാക്കന്മാര് അല്ലെങ്കിൽ ദഅവ പ്രവർത്തകര്, ഇസ്ലാമിക വിഷയങ്ങൾ പബ്ലിക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ആളുകൾ, അവരെ ഉൾപ്പെടുത്തി നിരവധിയായിട്ടുള്ള ഇന്റർവ്യൂസ് അബ്ദുള്ള ബാസിലുമായിട്ടും അതേപോലെ തന്നെ ഹനീഫ് കായക്കൊടിയായിട്ടും അതേപോലെ മറ്റു ഇസ്ലാം മത സംഘടനാ നേതാക്കളുമായിട്ടൊക്കെ അദ്ദേഹം നിരന്തരമായിട്ട് ഇന്റർവ്യൂകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാരാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അതിഥികൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഷുഹൈബുൽ ഹൈത്തമിയും ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം വളരെ എന്താ പറയാ യുക്തിഭദ്രമായിട്ടുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഇന്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് ഞാനൊരു 1 മണിക്കൂറിലധികമുള്ള ഇന്റർവ്യൂ ആണ്. ഞാനൊരു 20-25 മിനിറ്റ് ആണ് വീഡിയോ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ഇന്റർവ്യൂവിൽ വീണ്ടും ഇദ്ദേഹം ഇതേ വിഷയം ഉദ്ധരിക്കുകയാണ്, അല്ലെങ്കിൽ അത് അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. ആദ്യം അവതാരകന്റെ ചോദ്യം. വിശ്വാസത്തോട് സംശയദൃഷ്ടിയോട് കൂടി നോക്കുന്ന അല്ലെ, ആദ്യം തന്നെ അധ്യായത്തിന്റെ 15-ാം തീയതി പറയുന്നത് എന്നെ സംശയിക്കുന്നവരല്ല, അള്ളാഹിന്റെ അസ്തിത്വത്തെയും നബിയുടെ വചനങ്ങളെയും സംശയിക്കാത്ത ഒരു വിഭാഗത്തെക്കുറിച്ചും പറയുന്നത്. അങ്ങനെ വിശ്വാസത്തെ സംശയത്തോട് കൂടി നോക്കുന്ന ഒരു തലമുറയാണ് പുതിയ തലമുറ എന്ന് തോന്നിയിട്ടുണ്ട്. അതിലിപ്പോൾ രഞ്ജിത്ത് ഭായി, ഇത് ഇസ്ലാമിൻ്റെ ഒരു അകത്തുള്ള ഒരു ആഭ്യന്തര വിശ്വാസ വ്യതിചലന പ്രവണതകളാണോ, ഇനി ജനറലി ഉള്ള ഒരു വിശ്വാസമാണോ എന്നുള്ളതിലുള്ള ഒരു ഇസ്ലാമികമായി എടുത്താൽ? അപ്പൊ പൊതുവിൽ വിശ്വാസികൾക്കിടയിലെ മതത്തോടുള്ള ആഭിമുഖ്യം, വിശ്വാസത്തോടുള്ള ഒരു നിരാകരണ മനസ്ഥിതി, ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് പൊതുവിലുള്ളതാണോ ഇസ്ലാമിനെ കുറിച്ചുള്ളതാണോ എന്ന് അറിയണം. ഇസ്ലാമിനെ കുറിച്ചുള്ളതാണ് രഞ്ജിത്തിന് അറിയേണ്ടത്. അപ്പൊ അദ്ദേഹം അതിന്റെ മറുപടി കൊടുക്കുകയാണ്. അതായത് ഇന്ന് ആധുനിക ലോകത്ത്, പുതിയ കാലത്ത്, പുതിയ ജനറേഷനിലുള്ള മനുഷ്യർ, കുട്ടികൾ, പുതിയ തലമുറ മതവിശ്വാസങ്ങളോട്, ദൈവവിശ്വാസങ്ങളോട് ഒരു വിമുഖത, ഒരു സംശയത്തോടെയുള്ള ഇടപെടൽ, അതിലെ ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഇല്ലായ്മ, ചോദ്യം ചെയ്യാനുള്ള പ്രവണത, ചോദിക്കാനുള്ള ധൈര്യം, ഇതൊക്കെ കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം. അപ്പൊ ഇദ്ദേഹം ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിനെങ്ങനെയാണ് മറുപടി പറയുന്നത്, അത് നമുക്ക് നോക്കാം. ഇസ്ലാമികമായി എടുത്താൽ എനിക്ക് ഇത് 2 തലവും തോന്നാറുണ്ട്. ഒന്ന്, പൊതുവേ ഈ ഒരു ജനാധിപത്യ ലോകക്രമം വന്നതിന് ശേഷം, ഈ ഒരു ഡെമോക്രസി എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ചിന്തിപ്പിച്ചതിന് ശേഷമാണ് വ്യക്തിയാണ് പരമം എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ വേഷനാണല്ലോ ഈ ഡെമോക്രസി. ആ ഒരു ടെൻഡൻസി എല്ലാ മനുഷ്യരെയും ശക്തമായി ബാധിച്ചിട്ടുണ്ട്. ഒരു പരിധിയോളം ഒരു അവകാശവാദമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചെങ്കിലും നോ പറയുന്ന ഒരു കൾച്ചറൽ അസ്തിത്വം കീപ്പ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഇത് ഒരു പ്രശ്നമായി മാറുന്നത്. എന്താണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത്? ഇദ്ദേഹം പറഞ്ഞത്
പൊതുവിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. പുതിയ കാലത്ത് പുതിയ ജനറേഷനിൽ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുന്ന, ആധുനികമായിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചു വരുന്ന പുതിയ തലമുറയ്ക്ക് ജനാധിപത്യത്തോട് ഒരു ആഭിമുഖ്യവും വിശ്വാസങ്ങളോട് ഒരു വിമുഖതയും പൊതുവിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇസ്ലാം മാത്രമാണ് അതിനെ പ്രതിരോധിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. വസ്തുതയാണ്, സത്യസന്ധമായ കാര്യമാണ്. ഇത് വേറെ ഒരു ശൈലിയിൽ മുജാഹിദ് ബാലുശ്ശേരി പറയും, വേറെ ഒരു ശൈലിയിൽ അബ്ദുള്ള ബാസിൽ, നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അബ്ദുള്ള ബാസിൽ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. ഇസ്ലാമിന്റെ ധാർമ്മികത നമ്മൾ ഉറക്കെ പറയും, നിങ്ങൾ എത്ര പ്രാകൃതരെന്ന് വിളിച്ചാലും, നിങ്ങൾ എത്ര യുക്തിയില്ലാത്തവരെന്ന് വിളിച്ചാലും ഞങ്ങൾ ഇസ്ലാമിന്റെ ആദർശം ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതിന്റെ ഒരു താത്വികമായിട്ടുള്ള, ഒരു ഫിലോസോഫിക്കൽ ആയിട്ടുള്ള വിശദീകരണം, ന്യായീകരണമാണ് ഇദ്ദേഹം നടത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് തുറന്ന് സമ്മതിക്കുകയാണ്, പുതിയ കാലത്ത് പുതിയ മൂല്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ അതിൽ ജീവിച്ചു വരുന്ന തലമുറയ്ക്ക് മതത്തോടും ഇത്തരം അന്ധവിശ്വാസങ്ങളോടുമുള്ള ഒരു വിമുഖത പ്രകടമാണെങ്കിലും ഇസ്ലാം അതിനെ നന്നായിട്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇനി അദ്ദേഹം ബാക്കി പറയും. ഇസ്ലാമിക് കസ്റ്റംസും സിസ്റ്റംസും എപ്പോഴും ഒന്നുകൂടി ഒരു ഡൈജഷൻ പെട്ടെന്ന് പൊതുസമൂഹത്തിന് കിട്ടാത്തത് ഈ നോ എന്ന് പറയുന്നൊരു ടെൻഡൻസി പുതിയ കാലഘട്ടത്തിൽ മാറ്റത്തോട് യോജിക്കുന്നില്ല എന്നുള്ളതല്ല, എല്ലാ മാറ്റത്തോടുമല്ല. അവിടെ ഒരു സെൻസർഷിപ്പ് പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ മാറ്റത്തോട് പൊതുവെ വിമുഖത, മാറ്റത്തോട് നോ അങ്ങനെയാണോ എന്ന് ചോദിച്ചുമ്പോൾ എല്ലാ മാറ്റത്തോടും അല്ല, പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാത്തിനെയും ഒന്ന് സെൻസർ ചെയ്യും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഷുഹൈബുൽ ഹൈത്തമി സെൻസർ ചെയ്തിട്ട് ഇസ്ലാം മാറ്റത്തെ ഉൾക്കൊള്ളുക? ഇപ്പോ ഫോർ എക്സാമ്പിൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഇസ്ലാമിക കൾച്ചറിൽ നിന്ന് വളരെ വിഭിന്നമായതും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതും ഇസ്ലാമിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു സംവിധാനമാണ് ജനാധിപത്യം. അതായത് ഒരു രാജ്യത്തെ ജനങ്ങളെ നയിക്കേണ്ടുന്ന മൂല്യം, ഒരു രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള നിയമ സംവിധാനം, തെറ്റ് ശരി ധാർമ്മികത തുടങ്ങിയിട്ടുള്ള നിർണ്ണയിക്കൽ, ശിക്ഷ വിധിക്കൽ, കുറ്റം വിചാരണ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഒരു വ്യക്തി, സമൂഹം, കുടുംബം എന്ന രീതിയിൽ ആചരിക്കേണ്ടുന്ന കാര്യങ്ങൾ, അവരനുസരിക്കേണ്ടുന്ന കാര്യങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട സിവിൽ വ്യവഹാരങ്ങൾ, ക്രിമിനൽ നടപടികൾ എന്നിത്യാദി സകല മേഖലകളിലും ദൈവികമായ നിയമം നിലനിർത്തുകയും നിയമം സ്ഥാപിക്കുകയും അത് പരിരക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിധി തീർപ്പ് കൽപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജനത മുന്നോട്ട് പോകണം എന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിൽ നിന്ന് ഒരു സമൂഹം ജനാധിപത്യപരമായിട്ടുള്ള ഒരു മാർഗത്തിലേക്ക് വരുമ്പോൾ അതിനെ ഇസ്ലാമിന് അംഗീകരിക്കാൻ കഴിയുമോ അതോ അതിനെ എതിർക്കേണ്ട ബാധ്യതയുണ്ട്? അതായത് നിങ്ങളുടെ സെൻസർഷിപ്പിൽ ഉൾപ്പെടുമോ? ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ, മാനവിക ദർശനം, ഇതിനെ ഇസ്ലാം സെൻസർ ചെയ്യാണോ, നോ പറയുകയാണോ, അതോ ആ മാറ്റത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണോ? ഇത് ഇദ്ദേഹം ഉത്തരം പറയുന്നില്ല. അപ്പൊ ഇദ്ദേഹം ആദ്യം പറഞ്ഞു, ഞങ്ങളെ മൂല്യങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, മറ്റു മതങ്ങളെ പോലെ അല്ല, മറ്റു മതങ്ങളൊക്കെ പലതും നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ അവഹേളിച്ചു. അവരൊക്കെ ഈ മാറ്റങ്ങളോട് അങ്ങ് വിധേയപ്പെട്ടു പോകുമ്പോൾ ഇസ്ലാം മാത്രം മാറ്റങ്ങളോട് നോ പറയുകയും അതിനെ എതിർത്ത് നിൽക്കുകയും സാംസ്കാരികമായിട്ടുള്ള ഇസ്ലാമിന്റെ മൂല്യത്തെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുകയും കടന്നു വരുന്ന മാറ്റങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും നോ പറയുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ മാറ്റങ്ങളെ പ്രതിരോധിക്കുമെന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുമ്പോൾ എല്ലാ മാറ്റങ്ങളും അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഏതൊക്കെ മാറ്റങ്ങളാണ് അദ്ദേഹം തന്നെ പറയട്ടെ. ഞങ്ങൾ പറയാറുണ്ട്, പിന്നെ കിടന്നു കൊടുക്കാൻ പറയുമ്പോൾ ഇരുന്ന് കൊടുക്കുകയും ഇരുന്ന് കൊടുക്കാൻ പറയുമ്പോൾ കിടന്നു കൊടുക്കുകയും അതിനപ്പുറം മരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, ഒരു പരിധി അധികം ചെയ്യുന്ന ടെൻഡൻസിയാണ് ആധുനികതയോട് മറ്റു പല കൾച്ചേഴ്സും സ്വീകരിക്കുമ്പോഴും. ഇത് തയ്യാറല്ല എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അത് ഇസ്ലാമിന്റെ ഒരു മെക്കാനിസത്തിലുള്ളതാണ്. അപ്പം മറ്റു മതങ്ങളൊക്കെ പുതിയതായി രൂപപ്പെടുന്ന പുതിയ കാലത്തിന്റെ പുതിയ മൂല്യങ്ങളെ ഉൾക്കൊള്ളുകയും അതിനെ സംശീകരിക്കുകയും അതിനോട് താതാത്മ്യപ്പെടുകയും അതിലാവശ്യമായിട്ടുള്ള പരിഷ്കരണങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യുന്നു എന്ന് ആക്ഷേപിക്കുന്നത് ഷുഹൈബുൽ ഹൈത്തമിയാണ്. മറ്റു മതവിഭാഗങ്ങളെ, മറ്റു സംഘങ്ങളെ, പ്രത്യയശാസ്ത്രങ്ങളെയൊക്കെ അദ്ദേഹം ആ രീതിയിലാണ് കാണുന്നത്. അതേസമയത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു സത്ത നിലനിർത്താൻ വേണ്ടി പുതിയതായി കടന്നു വരുന്ന മാറ്റങ്ങളെയും ചിന്താ പദ്ധതികളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ഒക്കെ പ്രതിരോധിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ജനാധിപത്യത്തെ, മാനവിക ദർശനങ്ങളെ ഒക്കെ എന്ത് ചെയ്യണം? പ്രതിരോധിക്കണം. എന്തുകൊണ്ട് സിവിൽ നിയമങ്ങളെയും ക്രിമിനൽ നിയമങ്ങളെയും എന്തുകൊണ്ട് പ്രതിരോധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് കഴിയാത്തത് കൊണ്ടാണ്. അതാണ് ലളിതമായിട്ടുള്ള ഉത്തരം. അതിന് കഴിയുന്നിടത്തൊക്കെ അത് പുനഃസ്ഥാപിക്കുകയും ഉണ്ടായിരുന്ന മനുഷ്യനിർമ്മിതമായ കാലികമായി പരിഷ്കരിച്ച നിയമങ്ങൾ ഉള്ളിടത്ത് അത് ഇല്ലാതാക്കി ആ പഴയ കാലത്തെ പ്രാകൃത ഗോത്ര നിയമങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അഫ്ഗാനിസ്ഥാൻ നമ്മുടെ മുന്നിൽ നല്ല മാതൃകയായിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട് ഇസ്ലാമിനും. അപ്പൊ വളരെ സത്യസന്ധമായിട്ട് ഇസ്ലാം എന്താണെന്നും ഇസ്ലാം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇടപെടുന്നത് എന്നും ശരിയായി തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു.
ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇദ്ദേഹം പറഞ്ഞതും നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ആക്ഷേപിക്കുന്നത് തമ്മിൽ എന്താണ് വ്യത്യാസം? ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു എന്തായാലും അക്കാദമിക് ഭാഷയിൽ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം മാറ്റങ്ങളോട് റെസിസ്റ്റ് ചെയ്യുന്നു, പുതിയ കാലത്തിന്റെ പുതിയ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ ഇസ്ലാമിന് പ്രയാസം നേരിടുന്നു, കാലികമായിട്ടുള്ള പരിഷ്കരണങ്ങൾക്ക് വിധേയനാകാൻ ഇസ്ലാം വിസമ്മതിക്കുന്നു, ഇസ്ലാമിക സമൂഹത്തെ പഴയ കാലത്തിന്റെ ചിന്താ പദ്ധതികളിൽ തളച്ചിടാൻ, ആ നിയമസംഹിതകളിൽ തളച്ചിടാൻ ഇസ്ലാമിക നേതൃത്വം ശ്രമിക്കുന്നു, അവർ കാലത്തിന്റെ മുന്നോട്ട് പോക്കിന് തടസ്സം നിൽക്കുന്നു, അവർ ഈ സമൂഹത്തിന്റെ സമുദായത്തിന്റെ പുരോഗതിയെ തടയുന്നു, അവർ മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ഇപ്പോൾ പൊതുവിൽ ഭിന്നലിംഗക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഖുർആനിനകത്തോട്ട് തിരിയുന്നു. ഇതാണ് ഇസ്ലാമിന്റെ പ്രശ്നം. ഇതന്നെയല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ തിരിയുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് അടിമത്തം, മറ്റൊരു പ്രശ്നമാണ് സ്ത്രീ വിരുദ്ധത, മറ്റൊരു പ്രശ്നമാണ് അസഹിഷ്ണുത, ഇതര മതസ്ഥരോടുള്ള, ഇതര വിഭാഗങ്ങളോടുള്ള, ഇതേ പ്രത്യയശാസ്ത്രങ്ങളോടുള്ള ശത്രുതാപരമായിട്ടുള്ള മനോഭാവം, അക്രമവാസന, ആധിപത്യത്വര, അധിനിവേശത്തിനുള്ള ഒരു ആസക്തി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ ഈ പറയുന്ന പിന്നിലേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനകത്തുണ്ട്. അതിന് മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു, അതിനോട് നിങ്ങൾ നോ പറയുന്നു. ഇതന്നെയാണ് നമ്മൾ ആരോപിക്കുന്നത്. ആ ആരോപണങ്ങൾ പൂർണ്ണമായിട്ട് ഹൈത്തമി ഇവിടെ ശരിവെക്കുകയാണ് ഇപ്പൊ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങൾ പറയൂ. എനിക്ക് തോന്നിയ കാര്യം അതാണ്. നമ്മളുടെ ആരോപണങ്ങൾ പൂർണ്ണമായിട്ട് ഷുഹൈബുൽ ഹൈത്തമി ഇപ്പൊ അവിടെ ശരിവെച്ചിരിക്കുകയാണ്. അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഇല്ലയോ? അപ്പൊ അദ്ദേഹം അത് സമ്മതിക്കുകയാണ്. നമ്മൾ എന്താണോ പറയുന്നത് ആ ആരോപണങ്ങൾ പൂർണ്ണമായിട്ട് അദ്ദേഹം സമ്മതിക്കുന്നു. വളരെ നല്ല കാര്യം. ഇങ്ങനെയാണ് സത്യസന്ധതയുള്ള ആൾക്കാർ. പക്ഷെ ഇത് വിശ്വാസികൾക്ക് ഒരു പക്ഷെ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇദ്ദേഹം പറയുന്നത് നമ്മളുടെ ആരോപണങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ശരിവെക്കുകയാണ് എന്ന് ചിലപ്പോൾ സാധാരണ വിശ്വാസികൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഒന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും ചെയ്യും. അപ്പൊ അടുത്ത ഘട്ടം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ രണ്ട് തലം, ഒന്ന് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ അകത്തുള്ള പുതിയ തലമുറക്ക് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന പൊതുവായ പ്രവണത ഉണ്ടായിട്ടുണ്ട്. ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് സ്വാതന്ത്ര്യത്തെ നിർവചിക്കുക, ജീവിതത്തെ ഡിഫൈൻ ചെയ്യുക, അങ്ങനെ പറയുന്നത് അത് മുസ്ലിം സമൂഹത്തിനിടയിലും സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഇതിനുള്ള മറുപടി, ഇതിന് ബാക്കി ഡീറ്റെയിൽസ് എന്താണ്? എന്നാലും ഇസ്ലാം പ്രസക്തമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന മറ്റു വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതേസമയത്ത് ഇതിൻ്റെ ഒരു മറുപുറം എന്ന് പറയുന്നത് ഒന്നുകൂടി വിവരവും അറിവും അതിൻ്റെ ആക്സസും ജനകീയമായി, അതോടുകൂടെ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് വളരെ അനുഭവേദ്യമായ കാര്യമാണ്. പൊതുവേ ഈ ടെക്നോളജി AI കാലത്തൊക്കെ ഇനിയും എന്ത് മതം എന്നൊക്കെ ചോദിക്കുമ്പോഴും ഒരു 1500 കൊല്ലം എന്നുള്ളത് അക്കാദമികമായ കാൽക്കുലേഷനാണ്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മനുഷ്യരുടെ ആരംഭം മുതലേ വ്യവസ്ഥപ്പെട്ട ഈ ഒരു മതം, അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നും ഈ പറയുന്ന ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളും അവിശ്വാസികളും പുതിയ കുട്ടികളും പഴയ കുട്ടികളൊക്കെ പഠിക്കുന്നത്. ഇത് ഇദ്ദേഹം പറയുന്നതിന്റെ പ്രശ്നം ഇദ്ദേഹം മനസ്സിലാക്കാത്തത് കൊണ്ടാണോ, അതോ ഇദ്ദേഹം താളാത്മകമായി പറഞ്ഞു പോകുമ്പോൾ ആദ്യം പറഞ്ഞതിന് ഇദ്ദേഹം തന്നെ അടുത്ത തെളിവ് മുന്നോട്ട് വെക്കുന്നതാണോ? നോക്കൂ, ഇസ്ലാം എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ചുണ്ടായി വരുന്ന പുതിയ കാലഘട്ടത്തിന്റെ വികാസത്തെയും അറിവിന്റെ വികാസത്തെയും അതിലൂടെ ഉരുത്തിരിയുന്ന സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളെയും റെസിസ്റ്റ് ചെയ്യുകയും ഇസ്ലാമിക നിയമങ്ങളെയും സംസ്കാരത്തെയും തനത് ശൈലിയിൽ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും മാറ്റങ്ങളോട് നോ പറയുകയും ചെയ്യും. അത് ഇസ്ലാം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്ന ഹൈത്തമി സ്വാഭാവികമായിട്ട് പുതിയ കാലത്തിന്റെ മാറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യക്തി സ്വാതന്ത്ര്യം അത് കേന്ദ്രീകരിച്ച വ്യക്തിയുടെ ഒരു ഇമ്പോർട്ടൻസിന് മുൻതൂക്കം നൽകുന്ന മാനവിക ദർശനത്തിന് ഊന്നൽ നൽകുന്ന ജനാധിപത്യ സംസ്കാരത്തോട് ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ ഇസ്ലാമിക സമൂഹത്തിനകത്ത് ഉണ്ടായി വരുന്നു, അവർ അതിലേക്ക് പോകുന്നു എന്ന് സമ്മതിക്കുമ്പോഴും ഇദ്ദേഹം പറയുന്നത് പുതിയ കാലത്തിന്റെ അറിവിന്റെ വികാസത്തിന്റെ സമയത്തും ഈ 2025-ലും 2026-ഉം ഇസ്ലാം ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നു, പഠിക്കപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടാണ്. നിങ്ങൾ ഇത് മാറ്റമില്ലാതെ തുടരേണ്ടതാണ് എന്ന് പറയുകയും മാറ്റത്തെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത് പരിവർത്തനത്തിന് വിധേയമാകണം, എന്തുകൊണ്ട് ഇവിടെ പരിഷ്കരണം നടക്കണം, നിങ്ങൾ മാറ്റമില്ലാതെ നിലനിർത്തുന്ന നിയമസംഹിതയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് മനുഷ്യരെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നു, അത് കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, അത് സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ എങ്ങനെ ബാധിക്കുന്നു, അത് നമ്മൾ ഇന്ന് ആർജിച്ചിട്ടുള്ള മാനവിക ബോധത്തോട് എന്ത് രീതിയിൽ ആണത് ഇടപെടുന്നത് എന്നിത്യാദി കാര്യങ്ങൾ കൗണ്ടർ പറയാൻ വേണ്ടി ഇത് കൂടുതൽ വായിക്കുന്നു. വിശ്വാസത്തിനകത്ത് നിൽക്കുന്നവർ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് നോക്കി വായിക്കുന്നു. വിശ്വാസത്തെ വിമർശിക്കുന്നവർ വിശ്വാസത്തെ വിമർശിക്കുമ്പോൾ കൃത്യമായ തെളിവിന്റെയും റെഫറൻസിന്റെയും അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായ വിമർശനം
നടക്കണം എന്നതിലേക്ക് വായിക്കുന്നു. നമ്മൾ അങ്ങനെ വായിക്കുന്ന വിശദാംശങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ ചർച്ചയ്ക്ക് വെക്കുന്നു. ആ ചർച്ച കേൾക്കുന്ന ആളുകൾ ഇത് വിലയിരുത്താൻ വേണ്ടി വായിക്കുന്നു. ചിലർ നമുക്ക് മറുപടി പറയാൻ വേണ്ടി വായിക്കുന്നു, ചിലർ സത്യം മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുന്നു, ചിലർ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഇന്ന് ഇസ്ലാം പഠിക്കപ്പെടുന്നു, ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാലഹരണപ്പെട്ട നിയമസംഹിതയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു വിഭാഗത്തെ, അല്ലെങ്കിൽ ഈ മനുഷ്യരെ അതിനകത്ത് തളച്ചിടാൻ ശ്രമിക്കുന്ന ഒരു പൗരോഹിത്യ വൃന്ദത്തെ, ഒരു മത നേതൃത്വത്തെ, സംഘടനാ നേതൃത്വത്തെ, മതത്തിന്റെ നിയമ സംവിധാനങ്ങളെ, രാഷ്ട്രീയ രൂപങ്ങളെ എതിർക്കാൻ വേണ്ടി, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഈ കെണിയിൽ അകപ്പെട്ട് കിടക്കുന്ന മനുഷ്യർക്ക് വസ്തുത മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇത് വ്യാപകമായി വായിക്കപ്പെടുകയാണ്. പലതും വിസ്മൃതിയിലായി, പല ഗ്രന്ഥങ്ങളും വിസ്മൃതിയിലായി, പല ഗ്രന്ഥങ്ങളും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ആളുകൾ മൈൻഡ് ചെയ്യാണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ആളുകൾ വായിച്ചും പരിശോധിച്ചും കൺഫേം ചെയ്തും ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നതിന്റെ ലക്ഷണമാണ് നിങ്ങൾ കാണുന്നത്. പുതിയ കാലത്തിന്റെ വായന അതിന്റെ സൂചനയാണ്. അല്ലാതെ അത് ഇസ്ലാമിന്റെ പ്രസക്തിയെയല്ല, ഇസ്ലാം കാലഹരണപ്പെട്ടു എന്ന് പുതിയ കാലത്തെ ആളുകൾ കൺഫേം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ വായനയെ നിങ്ങൾ കാണേണ്ടത്. ഈ വായന അതിലേക്കാണ് പോകുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, ഇനി അദ്ദേഹത്തിന്റെ അടുത്ത തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, അടിമത്തം. അപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാര്യം, 2025 തന്നെയാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ കൊല്ലം ഇവിടെ തിരൂരിൽ ഈ എസൻസിൻ്റെ നിരീശ്വരവാദികളുടെ പരിപാടി നടന്നപ്പോൾ, എനിക്ക് കറക്റ്റ് ആ വർഷം ചിലപ്പോൾ മാറിയിട്ടുണ്ടായേക്കാം, ഓഗസ്റ്റിലായിരുന്നു ഏതായാലും. അതിൽ ഒരു ചർച്ചാ വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലെ അടിമത്തം മാനവികമോ എന്നുള്ളതാണ്. അത് ഈ വലതുപക്ഷ എസൻസ് ആണോ നടത്തിയത്, ഇനി അങ്ങനെയല്ല, അതിനൊരു മറുപക്ഷം ഉണ്ടല്ലോ, അവരാണ് നടത്തിയത് ഓർക്കുന്നില്ല. അതിലൊരു ഭാഗം പറഞ്ഞത് ഇസ്ലാമിലെ അടിമത്തത്തിൻ്റെ മാനവിക വശം അവതരിപ്പിക്കാൻ വേണ്ടി പേര് കണ്ടത് രാഹുൽ ഈശ്വറിനെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം പറഞ്ഞത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയുന്ന മറ്റൊരു കക്ഷിയുമാണ്. നോക്കൂ, ഇവിടെ ഷുഹൈബുൽ ഹൈത്തമി എന്ന് പറയുന്ന വ്യക്തി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിലുള്ള ഒരു 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 എന്താ പറയാ, ഒരു വൈരുദ്ധ്യം, ഇദ്ദേഹത്തിന്റെ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഇദ്ദേഹം കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായി കാണുകയും സൂക്ഷ്മ തലത്തിൽ വിശദീകരിക്കുകയും അതിന്റെ ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ആംഗിളിലൂടെ കടന്നുപോയി അതിന്റെ ദാർശനികമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്ത വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണ്. വളരെ സൂക്ഷ്മാർത്ഥത്തിൽ ഖുർആനിനെയൊക്കെ വായിച്ച്, അതേപോലെ തന്നെ പുരാതനമായിട്ടുള്ള കൃതികളിലെ ഏതെങ്കിലുമൊക്കെ ഡീകോഡ് ചെയ്തെടുത്ത വാക്കുകളും ഖുർആനിന്റെ വാചകങ്ങളും തമ്മിലുള്ള സാമ്യത്തെയൊക്കെ വിശദീകരിക്കുന്ന ഇദ്ദേഹം ഈ പറഞ്ഞത് മുഴുവൻ തെറ്റായ കാര്യങ്ങളാണ്, മുഴുവൻ തെറ്റാണ്. ഇത് ഇദ്ദേഹത്തിന് അറിയാത്തതാണോ, അറിയാൻ കഴിയാത്തതാണോ, അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയിൽ 2 തവണ പരാമർശിക്കുന്ന ഒരു വിഷയം, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ സദാ നിഴലിക്കുന്ന ഒരു വിഷയം, അത് കൃത്യമായിട്ടുള്ള വസ്തുത കണ്ടെത്താൻ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായിട്ടാണോ? അല്ല. ഒന്ന്, അത് എസൻസ് സംഘടിപ്പിച്ച പരിപാടിയല്ല, സമ്മേളനമല്ല. അത് ഇസ്ലാമിലെ അടിമത്തം എന്ന വിഷയത്തിൽ നടന്ന ഒരു സംവാദം മാത്രമാണ്, സംവാദത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ്. അതൊരു സംഘടനയെ നടത്തിയ പരിപാടിയല്ല, അത് നമ്മൾ തന്നെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ തന്നെ സംഘടിപ്പിച്ച പരിപാടിയാണ്. അതിന്റെ സംഘാടകരും സംവാദകനും ഞാൻ തന്നെ. അപ്പൊ ഇത് അദ്ദേഹത്തിന് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ എവിടുന്നാണ് ഇത് മനസ്സിലാക്കുന്ന അവർക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. ഇനി അദ്ദേഹം എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിനകത്ത് കൃത്യമായിട്ട് ആ കാര്യമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അത് പറയാത്തത്? അത് പറയാൻ എന്താണ് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട്? എന്നിട്ട് ഇദ്ദേഹത്തിന് എന്റെ പേരറിയില്ല, അദ്ദേഹത്തിന് എന്റെ പേരറിയാം. ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്ന അദ്ദേഹത്തിന് എന്റെ പേരറിയില്ല എന്ന് അദ്ദേഹം അഭിനയിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്തോ ആവട്ടെ, ചിലപ്പോൾ അല്ലെങ്കിൽ എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശസ്തി തരണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും, എന്തൊക്കെ ആയാലും. പക്ഷെ ആ സംഭവം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. ഇനി അദ്ദേഹം ആ ഒരു സംഭവത്തെ അദ്ദേഹം അത്ഭുതപ്പെടുത്തി. ഇനി ഇദ്ദേഹത്തിന് ഈ പേര് അറിയാമായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ കാര്യം ഇതിനു മുൻപ് സംസാരിച്ചപ്പോൾ എങ്ങനെയാ സംസാരിച്ചത്, അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഇതൊരു 5-6 മാസം മുൻപത്തെയാണ്, അതുകൂടി ഇതിനോട് ചേർത്ത് നമുക്കൊന്ന് കേൾക്കാം. ഈ അടുത്ത കാലത്ത് തിരൂരിലൊരു സംവാദമുണ്ടായി. അന്ന് അവിടെ നടന്ന ചർച്ചയുടെ വിഷയം ഇസ്ലാമിലെ അടിമത്തം മാനവികമോ എന്നുള്ളതായിരുന്നു. ആരൊക്കെയാണ് അവതരിപ്പിക്കുന്നത്? ഒരു ഭാഗത്ത് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് രാഹുൽ ഈശ്വർ. ഇസ്ലാമിലെ അടിമത്തം അമാനവികമാണെന്ന് സംസാരിക്കുന്നത് ഇസ്ലാം വിട്ടിട്ടും ഇസ്ലാമിൽ ഒട്ടിപ്പോയി നിൽക്കുന്ന പരശതം സഹോദരന്മാരിൽ ഒരു പ്രതിനിധിയായ ലിയാഖത്ത് അലി എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. ഷൗക്കത്ത് അലി ഓർ ലിയാഖത്ത് അലി സി. ആലോചിച്ചോക്കൂ, ഇസ്ലാമിൽ വിശ്വാസമില്ലാത്ത 2 പേരാണ് ഇസ്ലാമിന്റെ ഒരു സിസ്റ്റം ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിൽ അവരില്ല, അവർ ഇസ്ലാം വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ ഏത് വിഷയമാണ് ചർച്ച ചെയ്യുന്നത്? അവർ തന്നെ പറയുന്ന ഗോത്രകാല സിസ്റ്റം.
അവർ തന്നെ പറയുന്ന അപരിഷ്കൃതമായ സിസ്റ്റം 2025 ഓഗസ്റ്റ് മാസം നിരീശ്വരവാദികൾ അവർ സമ്മേളനം കഴിക്കുമ്പോൾ, ലക്ഷങ്ങൾ പൊടിച്ചും പിരിച്ചും സമ്മേളനം നടത്തുമ്പോൾ അതിൽ മണിക്കൂറുകൾ എൻഗേജ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇസ്ലാമിലുള്ള അടിമത്താണ്. അപ്പൊ ഉസ്താദിന് അറിയാം. ഈ വീഡിയോയ്ക്കും നമ്മൾ റിയാക്ഷൻ ചെയ്തിരുന്നു, ഹൈത്തമിയുടെ വ്യാകുല വ്യാഖ്യാനം. ഇത് നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് എന്റെ പേരറിയാം. ഷൗക്കത്താണോ ലിയാക്കത്താണോ എന്ന് സംശയം ഉണ്ടായപ്പം ഇതിനു മുൻപ് സംസാരിച്ച ആള് ലിയാഖത്ത് അലി എന്ന് തിരുത്തി കൊടുത്തു. ലിയാഖത്ത് അലി എന്ന് തിരുത്തി കൊടുത്തപ്പോൾ എന്റെ ഇനീഷ്യൽ അദ്ദേഹത്തിന് മനസ്സിലാവും ചെയ്തു. ചിലപ്പോൾ മറന്നുപോയതായിരിക്കും, മനുഷ്യനല്ലേ. ഇപ്പൊ റിപ്പോർട്ടർ ടിവിയുടെ പരിപാടിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഒരു പക്ഷെ എന്റെ പേര് മറന്നുപോയതായിരിക്കാം. പക്ഷെ നോക്കൂ, ഇവിടെ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിലെ അടിമത്തം മാനവികമോ എന്നാണ് ചർച്ച. അങ്ങനെ ഒരു ചർച്ചയേ ഉണ്ടായിട്ടില്ല. അടിമത്തം മാനവികമോ എന്ന ടൈറ്റിലിൽ ചർച്ച ചെയ്യാനും മാത്രം തലക്കോളമുള്ള ആളല്ല ഞാൻ. അടിമത്തം മാനവികമോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇസ്ലാമിലെ അടിമത്തം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇസ്ലാമിലെ അടിമത്തം മാനവികമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന, എന്ന് ന്യായീകരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അടിമത്തം മാനവികമാണോ? അല്ല. പക്ഷെ ഇസ്ലാമിലെ അടിമത്തം മാനവികമാണ്. ഇതാണ് ഷുഹൈബുൽ ഹൈത്തമി ഉൾപ്പെടെയുള്ള ഇസ്ലാമിക സംഘത്തിന്റെ വാദം. മറ്റടിമത്തൊക്കെ പ്രശ്നമാണ്. എല്ലായിടത്തും അടിമകൾ അങ്ങനാക്കി ഇങ്ങനാക്കി. ഞങ്ങൾ നോക്കൂ, ഞങ്ങൾ അടിമേനെ മുത്തേ, പൊന്നേ, കൊച്ചിർക്ക, കുഞ്ഞുകുട്ടിയെ, കുഞ്ഞുമോനെ, കുഞ്ഞുമോളെ എന്ന് വിളിച്ചു. ഞങ്ങൾ അടിമയെ അടിമേ എന്ന് പോലും വിളിക്കരുത് എന്ന് പറഞ്ഞു എന്നാണ് ഞങ്ങളെ നേതാവ് പഠിപ്പിച്ചു. ഒരിക്കലും നിങ്ങൾ അടിമയെ അടിമേ എന്ന് വിളിക്കരുത്. അതിപ്പോ നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും അടിമ അടിമേ. അപ്പോ ഈ രീതിയിൽ ന്യായം ചമക്കുകയും ഇസ്ലാമിലെ അടിമത്തം മാനവികമാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതിയെ മനുഷ്യരെന്നോ ഇല്ലായ്മ ചെയ്ത, അല്ലെങ്കിൽ ഇനി അതിന്റെ എന്തെങ്കിലും ഒരു അംശം ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ഫോമിലുണ്ടെങ്കിൽ അടിമത്തമായിട്ടോ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റമായിട്ടോ വ്യാഖ്യാനിക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും തടത്തിൽ ഏതെങ്കിലും തലത്തിലുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ഇസ്ലാമിലെ അടിമത്തം മറ്റടിമത്തം പോലെയല്ല, അത് മുന്തിയ അടിമത്തമാണ് എന്ന് ന്യായീകരിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് അടിമത്തം ഈ നൂറ്റാണ്ടിൽ നമ്മൾ സംസാരിക്കുന്നത്. അടിമത്തത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ടി വരുന്നത് അടിമത്തത്തെ ന്യായീകരിക്കുന്ന മനുഷ്യർ, അതിനൊരു ഉളുപ്പില്ലാത്ത മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ്. റേപ്പിനെ ന്യായീകരിക്കാം. ഈ അടുത്ത് നമ്മൾ ഈ ആ സ്റ്റുഡിയോ മാളത്തിൽ കുത്തിയിരിക്കുന്ന അലവലാദികളുടെ ഒരു ന്യായീകരണം കേട്ടു. അലവലാദികളുടെ ന്യായീകരണം എന്താ പറഞ്ഞത്? നിങ്ങൾ യുദ്ധത്തിൽ കൊല്ലുമ്പോൾ നിങ്ങൾ കൺസെന്റ് ചോദിക്കാറുണ്ടോ? പിന്നെ റേപ്പ് ചെയ്യാൻ മാത്രം എന്തിനാ കൺസെന്റ് എന്നാണ് ഈ ന്യായം. ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരുത്തനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതം അടിമത്തത്തെ അനുവദിച്ചു കൊടുത്തത് കൊണ്ടും അടിമ സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ അനുവാദം കൊടുത്തുകൊണ്ട് ആയത്തിറക്കിയത് കൊണ്ടും അത് വിശ്വസിക്കൽ അവന്റെ നിർബന്ധ ബാധ്യതയായതുകൊണ്ടും മരണം വരെയും ഇതിനു വേണ്ടി നിലനിൽക്കൽ അവന്റെ മതപരമായ ബാധ്യതയായതുകൊണ്ടുമാണ്. അല്ലെങ്കിൽ തലക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരു ചെറുക്കൻ ഈ കാലഘട്ടത്തിൽ അടിമത്തത്തെ ന്യായീകരിക്കുമോ? ഇതുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഷുഹൈബുൽ ഹൈത്തമിക്ക് അറിയാം, എന്നെ അറിയാം, സംഭവം അറിയാം, എന്തുകൊണ്ടാണെന്ന് അറിയാം. ഇനി ഇദ്ദേഹം ഇതെന്താണെന്നാണ് ഇദ്ദേഹം പറയണത്? ഇദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഇപ്പോഴും ഇദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്നത്, ഇപ്പോഴും ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ഇസ്ലാം ഇപ്പോഴും പ്രാക്ടിക്കലായിട്ട് നിലനിൽക്കുന്ന ഒരു മതമാണ്, ഇതൊരു പ്രസക്തമായ പ്രത്യയശാസ്ത്രമാണെന്നുള്ളൊരു തെളിവാണെന്നൊക്കെ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ 2025 മലയാളികൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാവുന്നുണ്ടല്ലോ. ഇസ്ലാമിലുള്ള ഒരു മതപണ്ഡിത സഭയുടെ ചർച്ചയല്ല അത്. മതപണ്ഡിതന്മാരും മതം പഠിക്കുന്ന കുട്ടികളും തമ്മിലുള്ള ഒരു സെമിനാറും അല്ല. മതം വിട്ടിട്ട് നിരീശ്വരവാദം പ്രചരിപ്പിക്കണം, സ്വതന്ത്ര ചിന്ത പ്രചരിപ്പിക്കണം, യുക്തിവാദം പ്രചരിപ്പിക്കണം എന്ന് പറയുന്നിടത്തും ആളുകൾക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഒരു വിഷയമായിട്ട് അത് മാറുമ്പോൾ അതൊരു സാറ്ററിക്കലി ആവാം, പരിഹാസമാവാം, എന്തുമാവാം. പക്ഷെ ഇപ്പോഴും അതൊരു ഫംഗ്ഷനാലിറ്റി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തലം ഞാനിവിടെ ഉദാഹരിച്ചത്. ഈ പുതിയ കാലം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ കൂടുതൽ ഈ പഠിക്കാനുള്ള അവസരം വർദ്ധിക്കുന്നതിനനുസരിച്ചുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തിയോളജിക്കലി അല്ലെങ്കിൽ എപ്പിസ്റ്റമോളജിക്കലി സ്പിരിച്വലി ഉള്ള കണ്ടന്റുകൾ തന്നെയാണ് വാലിഡ് എന്ന് തിരിച്ചറിയാൻ കൂടി പറ്റുന്നതാണ്. ഇസ്ലാമിന്റെ കണ്ടന്റ് വാലിഡ് ആണ് എന്നതിന്റെ തെളിവാണത്രേ ഇന്നും നമ്മൾ അടിമത്ത വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. എങ്ങോട്ട് ഈ പറഞ്ഞു വന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അടിമത്തം ചർച്ച ചെയ്യുന്നത്? പല ആൾക്കാർ ചോദിച്ചു, സ്വതന്ത്ര ചിന്തകർ ചോദിച്ചു, ഇപ്പൊ എവിടെ ഈ ലോകത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നത്? ഞാൻ അടിമത്ത വിഷയത്തിൽ ഊന്നി ഇസ്ലാം മത വിമർശനത്തിലെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അടിമത്തം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഏത് സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന, വളരെ ലളിതമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന, ഏറ്റവും മനുഷ്യത്വഹീനമായിട്ടുള്ള ഒരു നിയമമാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് എന്ന ആളുകൾക്ക് പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അടിമത്തം. അതുകൊണ്ട് ഏറ്റവും ലളിതമാണ്, ഏറ്റവും പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അടിമത്തം ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് എടുക്കുന്നു. രണ്ടാമത്തത്, എന്റെ വ്യക്തിപരമായ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇസ്ലാമിന്റെ ദൈവികത ഒരു ഭാഗത്ത് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ, ഖുർആനിൽ നിന്ന് ബിഗ് ബാങ് ഒക്കെ ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ, അടിമത്തത്തെ അനുവദിച്ചു കൊടുത്ത അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ
സാർവകാലികമായ ഒരു നിയമസംഹിതയുടെ കോലം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കും. എന്നെ സംബന്ധിച്ച് അടിമത്തം എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിച്ചു കൊടുത്തു എന്നത്, അല്ലെങ്കിൽ ഇസ്ലാം അതിന്റെ സാധ്യതകൾ മുഹമ്മദ് നബി പ്രയോജനപ്പെടുത്തി എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഇസ്ലാം ദൈവികമല്ല. അതായത് ദൈവവിശ്വാസിയായിരിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെങ്കിൽ ആ സൃഷ്ടാവിൽ നിന്നുള്ളതല്ല ഈ നിയമം, ഈ പുസ്തകം എന്ന് കൺഫേം ചെയ്യാൻ, എന്ന് ബോധ്യപ്പെടാൻ എന്നെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അടിമത്തം. അതുകൊണ്ട് ആ അടിമത്തം നമ്മൾ ചർച്ച ചെയ്യും. മൂന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യം, ഇവരുടെ അവകാശവാദം അനുസരിച്ച് ഈ നിയമങ്ങൾ എല്ലാ കാലത്തേക്കും ഉള്ളതാണ്, മാറ്റമില്ലാതെ പിന്തുടരേണ്ട സർവ്വകാലത്തേക്കുമുള്ള നിയമസംഹിതയാണ് ഇസ്ലാം ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു സമ്പൂർണ്ണ ആധിപത്യം നേടുന്ന പ്രദേശങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ ആധുനിക കാലത്തിന്റെ ജനാധിപത്യ സമൂഹത്തിന്റെ മാനവിക മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന സമൂഹങ്ങളുടെ സ്വാധീന വലയത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ, അതിന്റെ കാന്തിക വലയത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഗ്രൂപ്പുകളിൽ, ഇസ്ലാമിക് ഗ്രൂപ്പുകളിൽ ഏത് നിമിഷവും അടിമത്തം തിരിച്ചു വരാം. അതുകൊണ്ട് ഇനിയും തിരിച്ചു വരാൻ, ഇതിനു മുൻപ് തിരിച്ചു വന്നിട്ടുള്ള, ഇപ്പോഴും നിയമപരമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നിയമവിധേയമല്ലെങ്കിൽ പോലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുഷിച്ച വ്യവസ്ഥിതി, ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായ ഒരു വ്യവസ്ഥിതി ഈ മതത്തിൽ ഇപ്പോഴും അനുവദനീയമായി നിൽക്കുന്നത് അപകടകരമാണ് എന്ന തിരിച്ചറിവിൽ, അത് ദൈവികമല്ല എന്നതിന്റെ തെളിവാണ് എന്ന ബോധ്യത്തിൽ നമ്മളത് പറയുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, അഫ്ഗാനിസ്ഥാനിൽ അവരുടെ പുതിയ ക്രിമിനൽ കോഡിനകത്ത് 13ാമത്തെ ആർട്ടിക്കിൾ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് ഒരു വാക്കുണ്ട്, അടിമത്തം, അവിടെ എല്ലാ രീതിയിലും അടിമത്തം പുനഃസ്ഥാപിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അതിൽ എഴുതിയിട്ടുള്ള ഒരു വാക്ക് സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള ഒരു വാക്കാണ് ഏതൊരു സ്വതന്ത്ര സ്ത്രീയും എന്ന്. അപ്പൊ സ്വതന്ത്ര സ്ത്രീ എന്ന് ഒരു രാജ്യത്തെ ഒരു ജനങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ രാജ്യത്തെ പൗരന്മാരിലെ ഒരു വിഭാഗത്തെ സ്വതന്ത്ര സ്ത്രീകൾ എന്ന് അടയാളപ്പെടുത്തുമ്പോൾ സ്വതന്ത്രരല്ലാത്ത സ്ത്രീകൾ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ വരികയാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടോ എന്ന സംശയം ഉയരുകയാണ്. അടിമത്തത്തിന്റെ പരിധിയിൽ നമുക്ക് എണ്ണാവുന്ന പല പ്രശ്നങ്ങളും ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമങ്ങളുടെ വെളിച്ചത്തിൽ, തണലിൽ അവിടെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ഒരു കാടൻ നിയമം, ഒരു പ്രാകൃത നിയമം, ഒരു വ്യവസ്ഥിതി, അത് ഇസ്ലാമിൽ ഹറാം അല്ലാത്ത കാലത്തോളം ഇസ്ലാം ശക്തി കേന്ദ്രീകരിക്കുന്ന പ്രദേശങ്ങളിൽ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അതിന്റെ അപകടം തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനം. ISISന്റെ സമയത്തും ബോക്കോ ഹറാമിന്റെ സമയത്തും പിന്നെ ആഫ്രിക്കയിലും ഒക്കെ ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ISIS യസീദി പെൺകുട്ടികളെ ഇതുപോലെ പിടികൂടുകയും അടിമച്ചന്തകൾ കച്ചവടം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ബോക്കോ ഹറാം ഒരു സ്കൂളിലെ മൊത്തം കുട്ടികളെ പിടിച്ചോണ്ട് പോവുകയും അവരെ വില പറഞ്ഞ് വിൽക്കുകയും ചെയ്യുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ഒരു നീചമായ വ്യവസ്ഥിതിയെ, ഇസ്ലാമിനകത്ത് എന്തോ മഹത്തരമായ എന്തോ സാധനമാണ്, ഇതൊരു പഞ്ചാരക്കട്ടയാണ് എന്ന് വിചാരിക്കുന്ന വിശ്വാസികളോട് അവരെ അത് ബോധ്യപ്പെടുത്താനുള്ള ഒരു വിഷയമായിട്ട് അടിമത്തം നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യാം. ഇസ്ലാമിന്റെ ദൈവികത എന്ന അവകാശവാദത്തിന്റെ ആണിക്കല്ല് തകർക്കുന്ന, അല്ലെങ്കിൽ അടിവേര് തകർക്കുന്ന സാധനമാണ് ഇസ്ലാം അനുവദിച്ചു കൊടുത്ത അടിമത്തം. ഇനി ഇത് എവിടെയുള്ളത്? ഇത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ഇപ്പോഴും നമ്മളെ നാട്ടിൽ പഠിപ്പിക്കപ്പെടുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട്, നമ്മുടെ പള്ളി ദർസുകളിൽ ഓതി പഠിക്കുന്ന കിതാബുകളിൽ അടിമ വ്യവസ്ഥിതി, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. എന്തിന്? ഷുഹൈബ് ലൈത്തബി മറുപടി പറയട്ടെ. ഇപ്പോഴും നമ്മുടെ പള്ളി ദർസുകളിലും മദ്രസകളിലും അടിമത്തവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അടിമ സ്ത്രീ, അടിമ പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, അടിമ സ്ത്രീയുടെ ഔറത്ത്, അടിമ കച്ചവടവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പള്ളി ദർസുകളിൽ, ഫത്വൽ മുഅയ്യനിൽ, ഉംദയിൽ, ഇതൊക്കെ പഠിപ്പിക്കപ്പെടുന്നതിന്റെ ലോജിക്ക് എന്താ? കാരണം ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ഒരു വ്യവസ്ഥിതി, അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളെ കുറിച്ചുള്ള നിയമങ്ങൾ അറിഞ്ഞിരിക്കുക ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പാണ്ഡിത്യം നേടുന്ന ഒരാളെ സംബന്ധിച്ച് ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അടിമത്തം ഇസ്ലാമിലുണ്ട്, അതുകൊണ്ട് അതിന് നിയമവുമുണ്ട്, അതിന് വ്യവസ്ഥിതികളുണ്ട്, ആ വ്യവസ്ഥകൾ, അതിന്റെ നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ പഠിച്ചിരിക്കൽ ഒരു ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആവശ്യമായിട്ട് വരും. കാരണം അത് അള്ളാഹിന്റെ നിയമമാണ്, പലതും വിട്ട് കളഞ്ഞിട്ട് ബാക്കി പകുതി പഠിച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അടിമത്തം നമ്മൾ ഇപ്പോഴും ചർച്ചയാവുന്നത്. അടിമത്തം നമ്മൾ മാത്രം ചർച്ച ചെയ്യുന്നല്ല, അടിമത്തങ്ങൾ മദ്രസയിൽ പിന്നെ പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടെന്നല്ല, പക്ഷെ ദർസുകളിൽ, പള്ളി ദർസുകളിലും അറബി കോളേജുകളിലും ഇപ്പോഴും കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നവർ പഠിക്കുന്നുണ്ട്, അവർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുകയും നിങ്ങൾ ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദുഷിച്ച വ്യവസ്ഥിതിയെ, അതൊരു മോശം വ്യവസ്ഥിതിയാണെന്നും മനുഷ്യത്വ വിരുദ്ധമായൊരു സാധനമാണെന്നും അത് അംഗീകരിക്കാൻ പറ്റില്ലാത്തതാണെന്നും അത് തള്ളിക്കളയേണ്ടതാണെന്നും ഇതൊക്കെ ഇത്രയും അപകടം പിടിച്ച സാധനങ്ങൾ ഇതിനകത്തുണ്ട് എന്നും ഇതിനകത്ത് പെട്ടുപോയ മനുഷ്യരോട് പറയണം.
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിമർശിക്കുന്നത്. അല്ലാതെ ഇസ്ലാം ഭയങ്കര കാലിക പ്രസക്തമാണ് എന്നുള്ളതിന് തെളിവായിട്ടല്ല അടിമത്തം ചർച്ചയാവുന്നത് എന്ന് സാമാന്യമായിട്ട് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്ത ആളൊന്നല്ല ഷുഹൈബുൽ ഹൈത്തമി. അദ്ദേഹം നല്ല കണ്ണിങ് ആയിട്ട് കാര്യങ്ങൾ അറിയുന്ന, അദ്ദേഹം പഠിക്കുന്ന, അദ്ദേഹം പറയുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്റെ പേര് ഓർമ്മയില്ലാത്തതോ സംഭവം ഓർമ്മയില്ലാത്തതോ അത് ആര് പരിപാടി സംഘടിപ്പിച്ചതാണെന്നോ ഒന്നും അറിയാത്ത ഒന്നല്ല. അതേപോലെ തന്നെ അടിമത്തം എന്തുകൊണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു, എന്താണ് മതവിമർശകർ, പ്രത്യേകിച്ച് ഞാൻ ഈ അടിമത്ത വിമർശനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഷുഹൈബുൽ ഹൈത്തമിക്ക് അറിയാത്തതേ അല്ല. അദ്ദേഹത്തിന് എല്ലാം അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആ താത്വികമായിട്ടുള്ള അവലോകന പാടവം ഇതിനെ മറച്ചു പിടിക്കാൻ, ഇതിനെ ലഘൂകരിക്കാനും ഈ പ്രശ്നത്തെ കവറപ്പ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്യാപ്റ്റീവ് വുമൺസിനെ സെക്സ്വലി അബ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് എക്സ് മുസ്ലിംസിന്റെ ഒരു ഭാഗത്തുള്ള ചോദ്യമാണ്. അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ ഇതും ഒന്ന് പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള എതിർപ്പല്ല, നിങ്ങൾ പറയും അതിനെന്താ കുഴപ്പം? ക്യാപ്ചേർഡ് വുമൺസിലെ സ്ത്രീകളെ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് എന്താ കുഴപ്പം? അവർക്ക് ഭർത്താക്കന്മാരുണ്ടായിരിക്കെ നിങ്ങൾക്ക് ഇവിടെ നോട്ടി ഇതൊരു പുകമറയല്ല. ഞാൻ നിങ്ങളെയല്ല പറയുന്നത്. അടിമത്തം എന്നുള്ളത് പഴയകാലം മുതലേയുള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം ഇസ്ലാം സ്റ്റാർട്ട് ചെയ്തതല്ല. നോക്കൂ, ഇവിടെ ഇദ്ദേഹം പറയുന്നതിൽ ഒരു അപകടം എന്താന്ന് വെച്ചാല് സയ്യിദൊക്കെ ആകെ ചൂളിപ്പോയി. ഭർത്താക്കന്മാരുണ്ടായിരിക്കുക നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അത് ഖുറാനിലുണ്ട്, ഖുറാനിൽ നിന്ന് കിട്ടിയത് എന്ന് അദ്ദേഹത്തിന് ഒരു പക്ഷെ പറയണമെന്നുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. പുകമറ സൃഷ്ടിച്ചത് ഇവിടെ ഹൈത്തമിയാണ്. ഖുറാൻ 4:24 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ഒഴികെ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഒന്ന് അതിൽ എക്സെപ്ഷൻ കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താ? അത് അനുവദനീയമാണെന്നർത്ഥം. ഇത് ഏത് സന്ദർഭത്തിൽ സാഹചര്യത്തിൽ അവതരിച്ചതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട ഹദീസും ഇതിന്റെ തഫ്സീറും വായിച്ചാൽ ഏതാൾക്കും മനസ്സിലാവും. ഭർത്താക്കന്മാരുണ്ടായിരിക്കുക എന്ന് എവിടുന്ന് കിട്ടി? ഖുറാനിൽ നിന്ന് കിട്ടി, 4:24 നിന്ന് കിട്ടി. പക്ഷെ ഉസ്താദുമാരോട് അപ്പോൾ അങ്ങനെ അതിന് ഒരു കൗണ്ടർ മറുപടി പറയുക എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ച അദബിൽ ഇല്ലാത്തത് കൊണ്ട്, അത് അദബ് കേടായി പോകും എന്ന് പേടിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ അത് ഉസ്താദിനോട് തറുതല പറയണ്ട എന്ന ബഹുമാനം കൊണ്ടോ സെയ്ദൊക്കെ ചോദിച്ചില്ല. അത്രേ ഉള്ളൂ. സെയ്ദക്കാർക്കും അറിയാം. ചോദ്യം ചോദിച്ച സെയ്ദിന് കൃത്യമായിട്ട് അറിയാം അത് 4:24 ഉള്ളത്. അതിൽ എല്ലാ തഫ്സീറിലും അത് അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. പിന്നെ ഇതിന് ഇദ്ദേഹത്തിന് താത്വികമായിട്ടുള്ള ചില വിശദീകരണങ്ങൾ നൽകാം. എന്താണ്? അങ്ങനെ അടിമയാക്കി പിടിക്കുന്നതോടുകൂടി ഭാര്യ ഭർത്തൃബന്ധം ഇല്ലാതായി പോകും. ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ ആണ്. നിങ്ങളാരെ ചങ്ങായിമാരെ, ഒരാളും അയാളുടെ ഭാര്യയും തമ്മിലുള്ള ബന്ധം പിരിക്കാൻ യുദ്ധത്തിൽ പിടിച്ചെടുത്ത് ആക്രമിക്കെന്താ? ഈ ഒരു കൊള്ള ചെയ്ത അക്രമം പ്രവർത്തിച്ച ആളുകളെ പിടിച്ചോണ്ട് പോയിട്ട് ഓരോ പിടിക്കുന്നതോട് കൂടി അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ലാതാകും എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അതിനേക്കാളും വലിയ മാനവിക വിരുദ്ധമായ ഒരു രീതിയാണ്. അപ്പൊ ഈ നൂറ്റാണ്ടില് അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കാം. കൊല്ലുമ്പോ നിങ്ങൾ കൺസെന്റ് ചോദിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ റേപ്പ് ചെയ്യുമ്പോൾ ചോദിക്കുന്നത് എന്ന് ചോദിക്കാം. പിടികൂടപ്പെടാൻ സാധ്യതയുള്ള ഇടത്തേക്ക് പോകുമ്പോൾ യുദ്ധത്തിന് പോകുന്ന ആളുകളെ അനുഗമിക്കുന്ന സ്ത്രീകൾ അവരണിഞ്ഞൊരുങ്ങി പോകുമായിരുന്നു. എതിർ സൈന്യം പിടികൂടിയാൽ മികച്ച ആണുങ്ങളിൽ ആകർഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുങ്ങി പോകുന്ന പതിവായിരുന്നു എന്ന് പറയുന്ന വേറൊരു വേട്ടവടിയാണ്. ഇത്തരം ന്യായീകരണ വിദഗ്ധർ ഇവിടെ ഉള്ള കാലത്തോളം, ഈ അടിമത്തത്തെയും റേപ്പിനെയും ഒക്കെ ന്യായീകരിക്കുന്ന ആളുകളുള്ള കാലത്തോളം ഇതൊക്കെ സജീവമായി ചർച്ച ചെയ്യുകയും നിങ്ങളുടെ പൊള്ളത്തരം അതുവഴി ഈ മതത്തിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഒരു സംശയമില്ല. അതുകൊണ്ടാണ്, അല്ലാതെ ഇസ്ലാമിലെ അടിമത്തം എന്തോ മാങ്ങാത്തല ആയതുകൊണ്ടല്ല. ഇസ്ലാം എന്തോ മഹത്തരമായ എല്ലാ കാലത്തും ഇങ്ങനെ പാടി നടക്കേണ്ട എന്തോ സാധനമായിട്ടും അല്ല. ഇതൊരു 10-20 കൊല്ലം കൂടി ഒരു പക്ഷെ ചർച്ച ചെയ്യപ്പെടും. അതോടുകൂടി അതിനിടയിൽ തന്നെ ഇസ്ലാം നിങ്ങൾ അകത്ത് നിന്ന് തന്നെ പൊളിച്ചു തുടങ്ങും. നമ്മൾ പുറത്തുനിന്ന് ചൂണ്ടിക്കാണിക്കുന്നതും അതിനപ്പുറത്തുള്ളതും നിങ്ങൾ അകത്തുനിന്ന് പൊളിച്ചു കളയാൻ നിർബന്ധിതരാകുക തന്നെ ചെയ്യും. നിങ്ങൾ എഴുതി വെച്ചോ, 10 വർഷത്തിനുള്ളിൽ ഇസ്ലാമിക നിയമങ്ങളിൽ പൊളിച്ചെഴുത്ത് നടന്നിരിക്കും. ലോകവ്യാപകമായി നടക്കും. അതല്ലാതെ മുസ്ലിം സമുദായത്തിന്, സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. രാഷ്ട്ര നിയമങ്ങൾ പൊളിച്ചെഴുതപ്പെടും. മതനിയമങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്ര നിയമങ്ങൾ പൊളിച്ചെഴുതപ്പെടുക തന്നെ ചെയ്യും. അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഒക്കെ നേരത്തെ ഷുഹൈബുൽ ഹൈത്തമി പറഞ്ഞ പ്രതിരോധ ശ്രമങ്ങൾ ഉണ്ടായാലും അതിജീവിക്കില്ല. ആ പൊളിച്ചെഴുത്ത് സാധ്യമാവുക തന്നെ ചെയ്യും, നടക്കുക തന്നെ ചെയ്യും. അത് നടന്നു കഴിഞ്ഞാൽ ആരാ പിന്നെ ഇതും പാടി നടക്കുന്നത്? ഉസ്താദിന്റെ കുട്ടികളൊക്കെ വന്നല്ലോ. ഇപ്പോൾ യുക്തിവാദത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഇസ്ലാം മത വിശ്വാസത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നിടത്ത് സ്വാഭാവികമായിട്ടും അവിടെ യുക്തിക്ക് എത്ര പ്രാധാന്യമുണ്ട്, ഒരു മനുഷ്യന്റെ വ്യക്തിയുടെ ചിന്ത അതിൽ എത്രത്തോളം അപ്ലിക്കബിൾ. അത് പിന്നെ പൊതുവെ ഓരോ പ്രാക്ടീസിലുമുള്ള യുക്തി എന്ത് എന്നൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് മനുഷ്യന്റെ ബേസിക്കലി എന്താണ് യുക്തി എന്നുള്ളൊരു യുക്തി ഉണ്ടല്ലോ, അതായത് ഇത് പരിമിതമായതാണ്.
അപ്പൊ ഇദ്ദേഹം യുക്തിവാദത്തെ അവിടെ പരാമർശിച്ചത് കൊണ്ട് ചോദ്യകർത്താവ് യുക്തിവാദത്തെ കുറിച്ച് ചോദിക്കുകയാണ്, എന്താണ് ഇസ്ലാം യുക്തിയായിട്ട് എങ്ങനെയാ ഇസ്ലാം നല്ല കുലത്തിലാണോ നല്ല ടേംസിലാണോ? അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഓരോ സിസ്റ്റത്തിന്റെയും യുക്തി എന്ത് എന്ന് ചോദിക്കുന്നതിൽ തന്നെ ഒരു യുക്തിയില്ലായ്മ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇസ്ലാമിലെ ഒരു സിസ്റ്റം അതിന്റെ യുക്തി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ഇസ്ലാമിലെ ഒരു നിയമം അതിന്റെ യുക്തി എന്താണ് ചോദിക്കുമ്പോൾ, യുക്തി എന്താണ് എന്ന കാര്യത്തിൽ തന്നെ ഒരു യുക്തി പ്രശ്നമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയാണ് ഇദ്ദേഹം താത്വികമായിട്ട് പൊറോട്ട മാവ് കുഴക്കുക. ഇനി അദ്ദേഹം അവസാനം ഇതെല്ലാം കൂടി എടുത്ത് ഇസ്ലാമിന്റെ നെഞ്ചത്ത് തന്നെ വെക്കും. അതുകൂടി നമുക്കൊന്ന് കാണാം, അതുകൂടി കണ്ടിട്ട് നിർത്താം. ഓരോ ഡിവൈസിനും ആ ഡിവൈസിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന അതിൻ്റെ ഒരു കോഗ്നിറ്റീവ് കപ്പാസിറ്റി, അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി, ഗ്രാസ്പിംഗ് കപ്പാസിറ്റി, പ്രോസസ്സിങ്ങിൻ്റെ സ്പീഡ് ഒക്കെ നമ്മൾ ഓരോ ഉപകരണം വെച്ച് തന്നെ നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റൊരു ഉപകരണമാണ്, മറ്റൊരു ജീവി മാത്രമാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ ബ്രെയിൻ അത് ഇപ്പോൾ കെമിക്കൽ എഫക്ഷൻസ് ആണ്, ചിന്തകൾ, തോട്ട്സ്, ആലോചനകൾ എന്നൊക്കെ പറയുമ്പോഴും അതിന് കൃത്യമായ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ മറ്റു ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത്ര പ്രകാശം കടത്തി വിടുന്ന വസ്തുക്കൾക്ക് അപ്പുറമുള്ളത് മാത്രമേ കണ്ണിന് കാണാൻ പറ്റുള്ളൂ, ഇത്ര ഹേർട്സ് ടു ഇത്ര ഹേർട്സ് വരെ കേൾക്കാൻ പറ്റുള്ളൂ, എന്നത് മാത്രമേ മണക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം തന്നെയാണ് ഇന്നത് മാത്രമേ ആലോചനയിൽ വരികയുള്ളൂ എന്നുള്ളത്. ഇത് ഇദ്ദേഹം വെറുതെ പൊറാട്ട മാവ് കുഴക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല, ലളിതമാണ്, ഇത് എല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിനെ തന്നെ വിഴുങ്ങും. അതായത് ഈ ന്യായത്തെ തന്നെ വിഴുങ്ങുന്നതാണ്. ഇവർ പറയുന്നത് നമുക്ക് എല്ലാത്തിനും പരിമിതിയുണ്ട്. അങ്ങനെ നമ്മുടെ ചിന്തക്കും യുദ്ധിക്കും കേൾവിക്കും കാഴ്ചക്കും ഒക്കെ പരിമിതി ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും യുക്തിയുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ യുക്തിക്കും പരിമിതിയുണ്ട്. അതാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് യുക്തി അനുസരിച്ച് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാദം. അതിൽ എനിക്ക് പറയാനുള്ള പോയിന്റ് ഞാൻ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഏത് ആലോചനയും ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്ട്സിനെ കുറിച്ച് അതിന്റെ ചുറ്റിപ്പറ്റി മാത്രമേ കറങ്ങുള്ളൂ. നമുക്കിപ്പോൾ ഒരു 10 മാനമുള്ള ഒരു വസ്തു എന്ന് പറയുമ്പോഴും 10 മാനം എന്നുള്ളത് 10 എന്നൊക്കെ ചിന്തിക്കുക എന്നല്ല, നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ തോട്ട്സ്, അതിന്റെ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ലോജിക്കിന്റെ ഒരു ലിമിറ്റ്, ആ ലിമിറ്റിനെ ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതാണ് വലിയൊരു ലോജിക്ക്. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ലോജിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ലോജിക്കിന് ലിമിറ്റ് ഉണ്ടെന്ന് ആലോചിക്കലാണ് ഏറ്റവും വലിയ ലോജിക്ക്. അങ്ങനെ ആലോചിച്ചേണ്ട ഗുണം എന്ന് വെച്ചാൽ നമ്മൾക്ക് യുക്തിക്ക് കൊണ്ട് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മുടെ യുക്തിക്ക് പുറത്തുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്ന് വരാം. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ യുക്തിക്ക് പുറത്തുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ട് ആ യുക്തിക്ക് പുറത്തുള്ള കാര്യങ്ങളെ നമുക്ക് യുക്തിഭദ്രമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അതിനെ നമ്മൾ ന്യായീകരിക്കാൻ പാടുണ്ടോ? അതുണ്ടെന്ന് വാദിക്കാൻ പാടുണ്ടോ? നമ്മുടെ യുക്തിക്കോ തെളിവ് കിട്ടിയാൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും നമ്മുടെ ബോധ്യത്തിനുമൊക്കെ അതിന്റെ പരിമിതികൾക്കൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു ശക്തിയെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതെങ്ങനെ നമ്മൾ ഉൾക്കൊള്ളും? എങ്ങനെ നമ്മൾ വിശ്വസിക്കും? വിശ്വസിക്കാം. എങ്ങനെ നമ്മൾ സാക്ഷ്യം പറയും? എങ്ങനെയാ നമ്മൾ ഷഹാദത്ത് പറയാം? നമുക്ക് ബോധ്യപ്പെടണ്ടേ? നമ്മുടെ യുക്തിക്ക് പുറത്തുള്ള കാര്യത്തിൽ നമുക്ക് എങ്ങനെ ബോധ്യങ്ങൾ ഉണ്ടാവുക? അദ്ദേഹം അതൊന്ന് വിശദീകരിക്കുന്നത് കേട്ടോളൂ. അപ്പൊ അതനുസരിച്ചുകൊണ്ട് ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ഒരു ആത്യന്തികമായ ഈ പ്രാപഞ്ചികതയുടെ ഒരു കീവേഡ്സ്, ആ വേർഡ്സ് പറയുന്നതാണ് പരമസത്യം എന്ന് ഉൾക്കൊള്ളുക എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ലോജിക്ക. ഇത് ബാസിൽ പറഞ്ഞ കാര്യം തന്നെ. അങ്ങനെ നമ്മളുടെ ബുദ്ധിക്കും ശക്തിക്കും പുറത്തുള്ള ഒരു ശക്തി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ ശക്തി എന്താണോ പറഞ്ഞത് അത് വിശ്വസിക്കലാണ് യുക്തി. ഇദ്ദേഹം പറഞ്ഞത് നമുക്ക് ബുദ്ധിക്ക് യുക്തിക്ക് ശക്തിക്ക് ഒക്കെ പരിമിതികളുണ്ട്, അതുകൊണ്ട് ആത്യന്തിക ശക്തിയായിട്ടുള്ള ആത്യന്തിക സത്യമായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ കീവേഡ് ആയിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിക്കലാണ് യുക്തി. ഹൈത്തം ഇങ്ങനെ തത്വശാസ്ത്രം പറഞ്ഞ് തിരിപ്പിക്കല്ലേ? എന്താ നിങ്ങൾ പറഞ്ഞത്? നമുക്ക് ഇതിനെ പുറത്തുള്ളതിനെ കുറിച്ച് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മുടെ എല്ലാത്തിനും പരിമിതി ഉള്ളതുപോലെ നമ്മുടെ യുക്തിക്കും പരിമിതിയുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പ്രപഞ്ചത്തിന്റെ കീവേഡിൽ വിശ്വസിക്കലാണ് യുക്തി. എന്താ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താ മുഹമ്മദ് റസൂലുള്ളാഹി, എന്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നത്? എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പ്രപഞ്ചത്തിന്റെ കീവേഡ് ആയത്? അതെങ്ങനെ കീവേഡ് ആക്കിയത്? ആരാക്കിയത്? ചിന്തിക്കുന്നവർക്ക് കുന്ത്രാണ്ടമുണ്ട് അതിനകത്ത്. ആ ഒരു സെന്റൻസിനെ ഉൾക്കൊള്ളുക എന്നുള്ളതല്ല, നമുക്കറിയാത്ത ഒരു ലോകം, നമുക്കറിയാത്ത ഒരു സിസ്റ്റമാണ് നമ്മൾ അടങ്ങുന്ന സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള അപ്പുറത്തുള്ളതിനെ അവിടെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. വളരെ കൃത്യ ചോദ്യമാണ്. അതായത് നമ്മളുടെ ചിന്തക്കും ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ അപ്പുറത്തേക്കുള്ള എന്തോ ശക്തിയാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതെങ്ങനെ നമ്മൾ ചിന്തിക്കാം? ഇത് നമ്മളുടെ കാഴ്ചക്ക് അപ്പുറത്തേക്കുള്ള നമ്മുടെ പരിധിക്കപ്പുറമുള്ള ഒരു കാര്യത്തെ നമ്മൾ കാണുന്നു അല്ലെങ്കിൽ കാണുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ കേൾവിയുടെ ആ ഒരു സ്പെക്ട്രത്തിനകത്ത് വരാത്ത ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നു എന്ന് വാദിക്കുന്നതിന് സമാനമാണ് നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്ത, യുക്തിയുടെ പുറത്തുള്ള ഒരു കാര്യത്തിൽ, നിങ്ങളുടെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, നിങ്ങളുടെ യുക്തിയുടെ പരിമിതിക്കപ്പുറത്തുള്ള ഒരു കാര്യത്തിൽ യുക്തി കണ്ടെത്തുക എന്നത് നിങ്ങൾ കാണാത്തൊരു കാര്യം കണ്ടു എന്ന് പറയുന്നത് പോലത്തെ കള്ളസാക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സമയത്തും പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന നുണയാണ് ഒരു ഇസ്ലാം മത വിശ്വാസിയെ വിശ്വാസിയായി നിർണയിക്കുന്ന ഘടകം, കള്ളസാക്ഷി.
ഒരു കള്ളസാക്ഷ്യം, ഒരു കള്ളസത്യത്തിന്റെ മുകളിലാണ് ഓരോ വിശ്വാസിയുടെയും വിശ്വാസം നിലനിർത്തിയിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത് യുക്തിക്കും പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പൂർണ്ണമായിട്ട് വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ടോ എന്നാണ്. അദ്ദേഹം പറയുന്നത് ഇല്ല എന്ന് തന്നെയാണ്. ഇനി അദ്ദേഹം പറയട്ടെ അവസാനം. മനുഷ്യന്റെ ഇപ്പോഴത്തെ ചിന്തയുടെ ലിമിറ്റിന് അപ്പുറത്തുള്ളത് അവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നും ലിമിറ്റ് ഉണ്ടെന്നും തിരിച്ചറിയുമ്പോൾ പിന്നെ നമ്മളൊരു വിനയാന്യതനാകുന്ന ഒരു അല്ലെ വിനയാന്യതനാവേണ്ട ഒരു ബാധ്യത അവിടെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളുടെ കഴിവിനും പരിമിതിക്കും പരിധിക്കും അപ്പുറത്തേക്കുള്ള എന്തൊക്കെയോ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാം എന്ന ചിന്തയിൽ നമുക്ക് വിനയാന്യതനാവാം, അന്വേഷണത്വരയുള്ള ആളാവാം, പഠിക്കാൻ ശ്രമിക്കുന്ന ആളാവാം, ഒക്കെ ആവാം. പക്ഷെ ഇസ്ലാമിൽ ഉള്ളത് ഈ വിനയാന്യതനാവലാണോ? എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണോ? അത് അന്വേഷിക്കാനുള്ള ഒരു ജിജ്ഞാസയാണോ? അല്ലല്ലോ. ഇതെല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് നിർണയിക്കപ്പെട്ടു എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ ദൈവത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട് എന്ന് കള്ളസാക്ഷ്യം പറയുകയും ചെയ്യണം. എത്ര കള്ളസാക്ഷ്യം പറയണം? ഇസ്ലാം കാര്യങ്ങൾ പോട്ടെ, ഈമാൻ കാര്യങ്ങൾ, അള്ളാഹുൽ വിശ്വസിക്കാം, യുക്തിയുണ്ടോ? കള്ളസാക്ഷ്യം. പ്രവാചകൻ വിശ്വസിക്കുക, മലക്കുകൾ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, എല്ലാ വിശ്വാസങ്ങളും കള്ളസത്യങ്ങളാണ്, കള്ളവിശ്വാസങ്ങളാണ്. യാതൊരു തെളിവും ലോജിക്കും ഇല്ലാത്ത ഇദ്ദേഹം പറഞ്ഞ വിനയാന്വിതനാവലല്ല ഇസ്ലാം. ഇസ്ലാം എല്ലാത്തിന്റെയും അവസാന വാക്കാണ് എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിന് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അക്രമത്തിന്റെ പേരാണ് ഇസ്ലാം. അല്ലാതെ നമുക്കറിയാത്ത എന്തൊക്കെയോ ഉണ്ട് എന്ന ജിജ്ഞാസയോ അതുവഴി ഉണ്ടാകുന്ന വിനയമോ അറിവില്ലായ്മയോ അജ്ഞതയെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം ഉണ്ടായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിനയഭാവം എന്നല്ല ഇസ്ലാം. ഇസ്ലാം എല്ലാത്തിനും ഉത്തരമുണ്ട് എന്ന് പറയുന്ന അഹങ്കാരമാണ്. ഇസ്ലാം എല്ലാത്തിനും മുകളിൽ അധീശത്വം സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അക്രമവാസനയും. അല്ലാതെ ഷുഹൈബ് ലൈത്തമി പറഞ്ഞ വിനയമൊന്നും അല്ല ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത്. ഇതിന്റെ പിന്നിലൊക്കെ എന്തോ ശക്തി ഉണ്ടാവാം എന്ന് ചിന്തിക്കുകയും അത് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് വഴി ഒരു മനുഷ്യനുണ്ടാവുന്ന ആത്മീയമായ ഒരു എന്താ പറയാ, ഒരു നൈർമല്യം എന്നൊക്കെ പറയാം, അതല്ല ഇസ്ലാം. ഇസ്ലാം അജയ്യമായ ഒരു ശക്തിയാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഒരു അധീശത്വം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കാൻ, എല്ലാത്തിനും മുകളിൽ ഇസ്ലാമിനെ സ്ഥാപിക്കുക എന്നത് വിശ്വാസിയുടെ ധർമ്മമായി പഠിപ്പിക്കപ്പെട്ടതാണ്. അവന്റെ കർമ്മത്തിൽ അതൊരു ലക്ഷ്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ തന്നെ, നിങ്ങളുടെ ആശയത്തെ തന്നെ വിഴുങ്ങുന്നതോ റദ്ദ് ചെയ്യുന്നതുമാണ്. ബഹുമാന പുരസരം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതുപോലെയുള്ള ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി കൂടി ഇത്തരം ഇന്റർവ്യൂകളിൽ കൂടെ തന്നെ കൊടുക്കാൻ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയും ചാനലൊക്കെ തയ്യാറാവും എന്ന് പ്രതീക്ഷിച്ച് നമുക്ക് അടുത്ത ഒരു വിഷയത്തിൽ കാണാം. ഇന്നത്തേക്ക് അവസാനിപ്പിക്കും.